സ്റ്റോ സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CB നിർമ്മല എഴുതിയ നോവൽ ഇലിവീഴ പൂഞ്ചിറ തുടരുന്നു. ഭാഗം 5. അവൻ്റെ നർമ്മോക്തികളും സ്നേഹം നിറഞ്ഞ നോട്ടവും ഊഷ്മള സ്പർശവും എല്ലാം ഒരു സുന്ദര സ്വപ്നം പോലെ. അതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? തൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മോഹം അവശേഷിപ്പിച്ചിട്ടാണ് അവൻ മടങ്ങിപ്പോയത്. അവൾ തൻ്റെ ആത്മാവിലേക്ക് നോക്കി. വ്യക്തമായി ഒന്നും കാണാനില്ല. തീരെ ചെറിയ ചലനങ്ങൾ, ഓളങ്ങൾ. അവനൊരു കുസൃതിയായിരുന്നു, അത്രയേ ഉള്ളൂ. ഒന്നും പറഞ്ഞില്ല, ഒരടയാളം പോലും തന്നില്ല. എന്നാലും എന്തൊക്കെയോ പറഞ്ഞ പോലെ, എന്തൊക്കെയോ അടയാളങ്ങൾ നൽകിയ പോലെ ഒരു തോന്നൽ. നെറ്റിയിലും മുടിയിലും തഴുകിയത്, വിരലുകൾ കൊരുത്ത് പൊതിഞ്ഞു പിടിച്ചത്, ഒപ്പം നിർത്തി ഫോട്ടോ എടുത്തത്, ആശുപത്രിയിൽ കഴിയുന്നിടത്തോളം ദിവസമെങ്കിലും തന്നെ സ്വന്തമായി കിട്ടാനും പരിചരിക്കാനും വേണ്ടി മനഃപൂർവ്വം കാർ മറിച്ചതാണെന്ന കള്ളം പറഞ്ഞത്. തന്നെ സന്തോഷിപ്പിക്കണമെന്ന് മാത്രമേ അവൻ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ എന്തിനാണ് തന്നെ കാണാനും ഫോട്ടോ തരാനും യാത്ര പറയാനും വേണ്ടി ഇവിടെ വന്നത്? വെറുതെയാണോ? സ്നേഹമുണ്ടായിട്ടല്ലേ? ഇങ്ങനെ വിചാരിക്കുന്നത് തന്നെ തെറ്റ്. ജിമ്മിച്ചൻ ആരാണ്, താൻ ആരാണ്? ദൈവത്തിന് പോലും തങ്ങളെ അടുപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്ര ഉയരെ, അത്ര ദൂരെ. ഷീബ മെല്ലെ എഴുന്നേറ്റു. വെല്ലുമിച്ചിയുടെ കൂർക്കമ്പലി കേൾക്കാം. പായന്മേൽ ഇരുന്നു കൊണ്ട് അവൾ വിളക്ക് കൊളുത്തി. അല്പനേരം അനങ്ങാതെയിരുന്നു. പിന്നെ തലയിണുറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഫോട്ടോ എടുത്തു. ഇതുമാത്രം വീട്ടിലാരെയും കാണിച്ചില്ല. അവൾ അതിലേക്ക് ഉറ്റുനോക്കി. അവൻ്റെ മുഖം, അഭിമാനത്തോടെയുള്ള ചിരി, കണ്ണുകളിലെ കുട്ടിക്കളി. ഇപ്പോൾ എവിടെയാണ് ജിമ്മിച്ചൻ? സുഖമായി ഉറങ്ങുന്നുണ്ടാവും. തന്നെപ്പറ്റി ഒരു തവണയെങ്കിലും ഓർത്തിട്ടുണ്ടാവുമോ? ഇനി ജീവിതത്തിൽ എന്നെങ്കിലും തമ്മിൽ കാണാൻ കഴിയുമോ? കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും എവിടെ ഇരുന്നാലും സുഖമായിരിക്കട്ടെ. ആപത്തും ദുഃഖങ്ങളും ഒന്നും വരുത്താതെ ദൈവം അവനെ കാത്തുകൊള്ളട്ടെ. ആ ജീവിതം എന്നും സന്തോഷകരമായിരിക്കട്ടെ. എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകളിൽ നനവൂറി. അവൾ ആ ഫോട്ടോ മടക്കിയ കട്ടിക്കടലാസിനുള്ളിൽ വെച്ച് തലയിണയ്ക്കുള്ളിൽ തന്നെ വെച്ചു. പിന്നെ വിളക്കണച്ചു കിടന്നു. കുഞ്ഞുമോൻ വന്ന് വിളിച്ചപ്പോൾ ഹാളിലിരുന്ന് TV കാണുകയായിരുന്നു. പുന്നക്കാട്ട് പാപ്പനാണ് എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നത്. ഓഹോ, കുഞ്ഞുമോനായിരുന്നോ? നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോടാ. കുഞ്ഞുമോൻ ഭവ്യതയോടെ ചിരിച്ചു. തിരക്കായിരുന്നു. നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ജോലി കുടിശ്ശിക ഒരുപാടായി. ഇതിൻ്റെ ഇൻഷുറൻസൊക്കെ എങ്ങനെ നടക്കുന്നു? നന്നായിട്ട് പോകുന്നു. കയറിയിരിക്കെ. കുഞ്ഞുമോൻ അകത്ത് കിടന്നു. ഞാൻ TV കാണുകയായിരുന്നു. എന്നതാണെന്നും ശരിക്കറിയാൻ മേല. ചുമ്മാ മന്ദബുദ്ധികളെ പോലെ നോക്കിയിരിക്കും. നേരം പോകണ്ടേ? കുഞ്ഞുമോൻ സോഫായിലിരുന്നു. ജിമ്മിച്ചനില്ലേ ഇവിടെ? നാട്ടിൽ പോയി വന്ന ശേഷം കണ്ടിട്ടേയില്ല. അവൻ മുകളിലെങ്ങാണ്ടുണ്ട്. അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. ആര് പറഞ്ഞു? അല്ല, കാണാത്തപ്പോൾ ഞാൻ വിചാരിച്ചു. അവൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് പുറത്തോട്ട് എങ്ങും പോയിട്ടില്ല. മിക്കപ്പോഴും മുറിയിൽ തന്നെയാ. വിളിക്കണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം. എന്നാൽ ചെല്ല്. കുഞ്ഞുമോൻ സ്റ്റെയർകേസ് കയറി 2ാം നിലയുടെ ബാൽക്കണിയിലെത്തി. ജിമ്മിച്ചൻ്റെ മുറിയുടെ വാതിൽ ചാരിയിട്ടേയുള്ളൂ. മുറിക്കുള്ളിൽ നിന്ന് നേർത്ത സംഗീതം കേൾക്കാനുണ്ട്. കുഞ്ഞുമോൻ വാതിലിൽ മുട്ടി. കമിൻ. മറുപടി. കുഞ്ഞുമോൻ വാതിൽപ്പാളികൾ മലർക്കെ തുറന്നു. കട്ടിലിൻ്റെ ക്രാസിയിൽ തലയിണ കയറ്റിവെച്ച് അതിലേക്ക് ചാരി കാല് നീട്ടിവെച്ച് കിടക്കുകയാണ് ജിമ്മിച്ചൻ. കൈകൾ പിണച്ച് ശിരസിനടിയിൽ വെച്ചിട്ടുണ്ട്. സ്റ്റീരിയോയിൽ പഴയ പ്രേമഗാനങ്ങളുടെ ഓഡിയോ കാസറ്റ് മെല്ലെ കറങ്ങുന്നു. ഓ, നീയായിരുന്നോ? കയറി വാടാ പന്നി. ജിമ്മിച്ചൻ മുന്നോട്ടാഞ്ഞ് നിവർന്നിരുന്ന് ക്ഷണിച്ചു. പന്നി നിന്റെ വെല്ലിപ്പച്ചൻ. മീശ നരച്ചൊരു കിഴവിനില്ലേ താഴെ? അയാൾ. കുഞ്ഞുമോൻ അകത്തേക്ക് നടന്നു. അത് കടുവ. മനസ്സിലായോടാ കുഞ്ഞുമോനെ? ചിട്ടിക്കാരാ, കൊലക്കത്തി. നിന്റെ ക്ഷേമം അന്വേഷിച്ച് വന്ന് എന്നെ തൊഴിക്കണം. ഇവിടെ വന്ന് നിന്റെ തെറി കേൾക്കാഞ്ഞിട്ട്. സ്നേഹം കൊണ്ട് വിളിക്കുന്നതല്ലേടാ. നീ അടങ്ങു കുഞ്ഞുമോനെ. സ്നേഹം? കുഞ്ഞുമോൻ കസേര വലിച്ചിട്ട് ജിമ്മിച്ചൻ അഭിമുഖമായിരുന്നു. സ്നേഹമുണ്ടെങ്കിൽ നീ ഒരു തവണയെങ്കിലും അങ്ങോട്ടൊന്ന് എത്തി നോക്കുമായിരുന്നില്ലോടാ. ദിവസം എത്രയായി വന്നിട്ട്? ജയൻ ഇന്നലെയും ചോദിച്ചു ജിമ്മിച്ചനെ കണ്ടില്ലല്ലോ എന്ന്. ആ മുടിഞ്ഞ യാത്രയും കഴിഞ്ഞ് നിനക്ക് വല്ല അസുഖവും പിടിച്ച് കിടപ്പാണോ എന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. ജയനെ കണ്ടോ? അവനെന്താ വിശേഷം? പോയി അന്വേഷിക്ക്. ചൂടാകാതെടാ. അല്ല, നിനക്ക് എന്തു പറ്റിയടാ? നീ എന്താ ടൗണിലോട്ടൊന്നും ഇറങ്ങാത്തത്? ദിവസവും വന്ന് വായി നോക്കി പോകുന്നവനല്ലേ? എനിക്ക് എങ്ങോട്ടും പോകാൻ തോന്നിയില്ല. ഇവിടെ ഇങ്ങനെ മുറിയടിച്ച് പാട്ടും കേട്ടിരിക്കാൻ ഒരു രസം. പിന്നെ 2-3 ആഴ്ച നാട് ചുറ്റി വന്നതല്ലേ. 5-6 ദിവസം വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. കുഞ്ഞുമോൻ അവനെ സൂക്ഷിച്ചു നോക്കി. പിന്നെ അല്ലാതെ. നിന്റെ മുഖത്തൊരു വല്ലായ്മ കാണുന്നുണ്ടല്ലോടേ, ഒരു ഉദാസീനത. അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നവനല്ലല്ലോ. എനിക്കറിയില്ലേ നിന്നെ. ഓ, അങ്ങനൊന്നുമില്ല. ഇതെവിടെ നിന്ന് കിട്ടി പഴഞ്ചൻ പാട്ടൊക്കെ? അടിപൊളി പാട്ടുകളുടെ ആളല്ലേ നീ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചു.
നിനക്ക് ആകപ്പാടെ ഒരു ചേഞ്ച് കാണുന്നുണ്ട്. ജിമ്മിച്ചൻ ചിരിച്ചതേയുള്ളൂ. എഴുന്നേൽക്കടാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഓ ഞാനില്ല. അതെന്താ? ഒരു മൂടില്ലടാ. ചുമ്മാ പാട്ട് കേട്ട് ഇങ്ങനെ കിടക്കാനാ തോന്നുന്നേ. മൂടൊക്കെ ഞാൻ ഉണ്ടാക്കാം. എഴുന്നേൽക്ക്. നാളെ ആകട്ടെ. നിൻ്റെ ഒടുക്കത്തെ പാട്ട്. കുഞ്ഞുമോൻ കൈയെത്തിച്ച് സ്റ്റീരിയോ ഓഫ് ചെയ്തു. എന്നിട്ട് ജിമ്മിച്ചനെ വലിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. നീ വിട്, ഞാൻ വരാം. ജിമ്മിച്ചൻ അവൻ്റെ പിടി വിടുവിച്ച് എഴുന്നേറ്റു. എനിക്കൊന്ന് കുളിക്കണം. നീ താഴെ പോയിരുന്നു, ഇപ്പോൾ വന്നേക്കാം. താഴെ കടുവയുണ്ട്. കടുവയുടെ കത്തി എനിക്ക് പേടിയാ. ചെല്ലടാ. കുഞ്ഞുമോൻ മനസ്സില്ലാ മനസ്സോടെ മുറിവിട്ടിറങ്ങി. അയാൾ താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ കുന്നക്കാട്ട് പാപ്പൻ കൈകൾ പിന്നിൽ കെട്ടി എന്തോ ആലോചിച്ച് നിശ്ചലം നിൽക്കുകയാണ്. അവനെ കണ്ടോ? പാപ്പൻ ചോദിച്ചു. കണ്ടു. എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. കുഞ്ഞുമോൻ വിസ്മയത്തോടെ പാപ്പനെ നോക്കി. ഒന്നും പറഞ്ഞില്ലേ? നിങ്ങൾ കൂട്ടുകാരാകുമ്പോൾ തമ്മിൽ പറയുകയും അറിയുകയൊക്കെ ചെയ്യുമല്ലോ. അവനെന്തു പറ്റിയതാ കുഞ്ഞുമോനെ? എന്നോട് അവനൊന്നും പറഞ്ഞില്ലല്ലോ. പാപ്പൻ കുഞ്ഞുമോൻ്റെ തൊട്ടു മുന്നിൽ വന്നു നിന്നു. നിങ്ങൾ ഒന്നിച്ചുള്ള ആ യാത്ര കഴിഞ്ഞ് വന്നേ പിന്നെയാ അവന് മാറ്റം. ആരോടും മിണ്ടാട്ടമില്ല. വീട് വിട്ട് ഇറങ്ങാറില്ല. തീറ്റയും ഉറക്കവും ഒന്നും നേരാവണ്ണം ഇല്ല. എപ്പോഴും മുറിക്കകത്താ. ഏതു നേരവും ആലോചന തന്നെ. ചോദിച്ചാൽ ഒന്നുമില്ലെന്ന ഉത്തരവും. ഞാൻ അറിഞ്ഞില്ല, കുഞ്ഞുമോൻ പരിഭ്രമത്തോടെ പറഞ്ഞു. എന്നാൽ അറിയണം. അവൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതാണല്ലോ. അടങ്ങിയിരിക്കാതെ എല്ലായിടത്തും ബഹളം വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരനാ. ഇപ്പോൾ അവനെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. വെറുതെയല്ല അവനെ പുറത്തോട്ടൊന്നും കാണാത്തത്. എന്തോ പ്രശ്നമുണ്ട്. ഒരു വല്ലായ്മയും വീണ്ടും വിചാരം അവനെ അലട്ടുന്നുണ്ട്. ഞാൻ സൂത്രത്തിലൊന്ന് ചോദിച്ചു നോക്കട്ടെ. നിന്നോട് അവൻ പറയും. നിങ്ങൾ തമ്മിൽ വലിയ ചങ്ങാത്തമാണല്ലോ. അവൻ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ താമസിച്ചതിന് കാരണമൊന്നും ചോദിക്കാതെ ഞാനവനെ കുറേ വഴക്ക് പറഞ്ഞു. ഇനി അതിഷ്ടപ്പെടാഞ്ഞിട്ടാണെന്നും അറിയാൻ മേല. ഏയ്, അങ്ങനെ വരില്ല. ഞായറാഴ്ച അവൻ്റെ പെണ്ണ് കാണലാ. പറഞ്ഞില്ലേ? ഇല്ല. അവൻ അതിനും ഒരു ഉത്സാഹമില്ല. ഇന്നാൾ പറഞ്ഞ ആലോചനയാണോ? അതുതന്നെ. ചെറുകുന്നേൽ മാണിയുടെ മകൾ എൽസി. ചെറുകുന്നേൽക്കാർ വലിയ പണക്കാരല്ലേ? എസ്റ്റേറ്റും കാറും ലോറിയും സ്വർണ്ണക്കടയൊക്കെ ഉള്ളവർ. ആണോന്ന്? കൊടുകെട്ടിയ സ്വത്തുക്കാരാ. അവരിങ്ങോട്ട് ആലോചിച്ച് വന്നതാ. പക്ഷേ ജിമ്മിച്ചന് ഇപ്പോൾ ഒരു താല്പര്യമില്ലാത്ത പോലെ. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കെ ജിമ്മിച്ചൻ കോണിപ്പടി ഇറങ്ങി വരുന്നത് കണ്ടു. അവൻ പാപ്പൻ്റെ സമീപം വന്നു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാൻ വല്യപ്പിച്ചാ. ഓ ആയിക്കോട്ടെ, വാടാ പോകാം. ജിമ്മിച്ചൻ കുഞ്ഞുമോനെയും കൂട്ടി കാർ പോർച്ചിലേക്ക് നടന്നു. കാറിൽ ടൗണിലേക്ക് പോകുമ്പോൾ കുഞ്ഞുമോൻ ചോദിച്ചു, എന്താടാ നിൻ്റെ പ്രശ്നം? പ്രശ്നം? ജിമ്മിച്ചൻ പുരുകം ചുളിച്ചു. പാലായ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം നിനക്ക് ആകെ ഒരു മാറ്റം. നിനക്ക് തോന്നുന്നത് എനിക്ക് മാത്രമാണെങ്കിൽ സാരമില്ല. നിൻ്റെ വീട്ടിലെല്ലാവർക്കും തോന്നിയിരിക്കുന്നു. നിൻ്റെ വല്യപ്പച്ചൻ എന്നോടിത് പ്രത്യേകം പറയുകയും ചെയ്തു. ഓ അത് ശരി. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക്? ഇപ്പോൾ എനിക്ക് യാതൊന്നും പറയാനില്ല. ശരി. അല്പനേരം രണ്ടുപേരും മൗനമായി ഇരുന്നു. നിൻ്റെ പെണ്ണ് കാണലാണ് ഞായറാഴ്ച എന്ന് വല്യപ്പച്ചൻ പറഞ്ഞു. ഓ, പെണ്ണ് കാണലിന് നിൻ്റെ കൂടെ ഞാനും വരണ്ടേ? വേണം. ജയനെ വിളിക്കണ്ടേ? വേണം. പെണ്ണ് കാണലിന് പോകുമ്പോൾ ഞങ്ങൾ രണ്ടും വേണമെന്ന് നീ മുമ്പേ പറഞ്ഞിരുന്നതല്ലേ? അതെ. എന്നിട്ട് ഇപ്പം നിനക്കെന്താ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ? അങ്ങനെയൊന്നുമില്ല. കുഞ്ഞുമോൻ വിസ്മയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതുപോലൊരു നിസ്സംഗത ഇതിനു മുമ്പ് അവനിൽ കണ്ടിട്ടുള്ളതല്ല. ടൗണിലെത്തിയ ശേഷം അവർ ചങ്ങാതിമാരുമൊക്കെയായി അരമണിക്കൂർ ചെലവഴിച്ചു. ഓരോ ബിയർ കഴിക്കാമെന്ന് കുഞ്ഞുമോൻ പറഞ്ഞപ്പോൾ അതിന് പറ്റിയ മൂഡില്ലെന്ന് പറഞ്ഞ് ജിമ്മിച്ചൻ ഒഴിഞ്ഞു മാറി. മൂടുണ്ടാകാനല്ലേ ബിയർ? വേണ്ട. എന്നാൽ ജയൻ്റെ വീട്ടിലൊന്ന് പോയാലോ? വേറൊരു ദിവസമാകട്ടെ. ഇപ്പോഴെന്താ പോയാൽ? എനിക്ക് തിരിച്ചു പോകണം. എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ലാതെ എവിടെ? അവിടെ ചെന്നിട്ടെന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ഇരിക്കണം. ആളും ബഹളവും ഇല്ലെങ്കിൽ സിംസ്തേരിയിൽ ഇരിക്കുന്നത് പോലെ തോന്നുമെന്ന് പറഞ്ഞത് നീ തന്നെയല്ലേ? ഓ, ഇപ്പോൾ എന്തു പറ്റി? എനിക്കിപ്പോൾ ആളും ബഹളവും കണ്ടിട്ട് വല്ലാത്ത ഇറിറ്റേഷൻ. കുഞ്ഞുമോന് ദേഷ്യം വന്നു. എന്നാൽ നീ പോടാ നിൻ്റെ പാട്ടിന്, മനുഷ്യനെ മെനക്കെടുത്താതെ. ഓക്കെ. യാതൊരു ഭാവഭേദവുമില്ലാതെ ജിമ്മിച്ചൻ വന്ന് കാറിൽ കയറി. വീട്ടിലേക്ക് കാർ ഓടിച്ചു പോരുമ്പോൾ ജിമ്മിച്ചന് എന്തെന്നില്ലാത്തൊരു വിഷാദം അനുഭവപ്പെട്ടു. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ശരി തന്നെയാണ്. തന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു അവ്യക്ത വിഷാദം തന്നെ ചൂഴ്ന്നു നിൽക്കുന്നു. എല്ലായിടത്തും ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. ജീവിതത്തിനൊരു പോരായ്മയുണ്ട്. ഒരിടത്തും വേണ്ടത്ര പ്രകാശമില്ലാത്ത പോലെ. ഭൂമിയിൽ ആനന്ദത്തിന് കുറവ് വന്നിരിക്കുന്നു. ഗാനങ്ങളെല്ലാം ആലപിക്കപ്പെടുന്നില്ല. ഉള്ളവയോ വിഷാദഭരിതവും. ആകാശവും ഭൂമിയും വീർപ്പടക്കി ആരുടെയോ വരവിന് വേണ്ടി ഏതോ സ്വരത്തിനു വേണ്ടി കാക്കുന്നു. എല്ലാം കൂട്ടം തെറ്റി പിരിഞ്ഞതുപോലെ അവന് തോന്നി.
ചിതറിപ്പോയ സംഘങ്ങളാണ് വൃക്ഷങ്ങളും പക്ഷികളും നക്ഷത്രങ്ങളും മനുഷ്യരും എല്ലാം. തൻ്റെ മാറ്റം മനസ്സിലാക്കുന്നവരോടും അതിനുത്തരം തേടുന്നവരോടും എന്താണ് പറയേണ്ടതെന്ന് അവനറിയില്ല. കുഞ്ഞുമന്നോ കൂടെ ടൗണിലേക്ക് പോയ ജിമ്മിച്ചൻ വേഗം മടങ്ങി വരുന്നത് കണ്ട് കുന്നക്കാട്ട് പാപ്പൻ അത്ഭുതപ്പെട്ടു. നീ എന്താ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്? പെട്ടെന്നല്ലല്ലോ, അവിടെ നിന്ന് കറങ്ങിയിട്ടാ പോകുന്നത്. ജിമ്മിച്ചൻ കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് കുന്നക്കാട്ട് പാപ്പൻ ജിമ്മിച്ചൻ്റെ മുറിയിൽ വന്നു. അവൻ മുറിയിലുണ്ടായിരുന്നില്ല. ടെറസിൽ പൂച്ചെട്ടികൾക്കിടയിൽ ഒരു കസാര എടുത്തിട്ട് വെറുതെ ഇരിക്കുകയാണ്. ജിമ്മിച്ച, പാപ്പൻ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. പാപ്പൻ അവൻ്റെ മുമ്പിൽ വന്ന് പാരപ്പറ്റിലേക്ക് ചാരി നിന്നു. നിനക്ക് എന്തു പറ്റിയടാ? എന്താ നിൻ്റെ മനസ്സിൽ? എന്നോട് പറ. ഒന്നുമില്ല വല്യപ്പച്ച. കള്ളം പറയണ്ട. ജീവിതം കുറേ കണ്ടവനായി കിഴവൻ. തെളിച്ചു പറയാൻ എൻ്റെ മനസ്സിലൊന്നുമില്ല വല്യപ്പച്ച. വൃത്തനൊന്ന് മൂളി. അല്പം കഴിഞ്ഞ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ജിമ്മിച്ചൻ ഒന്ന് നെടുവീർപ്പിട്ടു. പ്രഭമങ്ങിയ നിലാവിനും നക്ഷത്രങ്ങൾക്കും കീഴിൽ അഗാധ നീലിമയിൽ ആണ്ടുകിടക്കുന്ന താഴ്വാരങ്ങളും ശൃംഗങ്ങളും നോക്കിയിരിക്കെ അവൻ്റെ കണ്ണുകളിൽ ജലം പൊടിഞ്ഞു. ഞായറാഴ്ച രാവിലെ 8 മണിയോടെ കുഞ്ഞുമോനും ജയനും എത്തി. ഇന്ന് ജിമ്മിച്ചൻ്റെ പെണ്ണുകാണൽ ചടങ്ങാണ്. ഇന്നലെ വൈകുന്നേരം ജിമ്മിച്ചൻ തന്നെ അവരെ ചെന്ന് കണ്ട് തന്നോടൊപ്പം വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ജിമ്മിച്ചൻ പുറപ്പെടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. നിങ്ങൾ വേണം വേണ്ട പോലെയൊക്കെ നോക്കാനും കാണാനും. അവനത്ര ഉത്സാഹമില്ലാത്ത പോലെയാ, പാപ്പൻ പറഞ്ഞു. അത് ഞാൻ ഏറ്റു, കുഞ്ഞുമോൻ പറഞ്ഞു. അവൻ നോക്കിക്കോളും, ജിമ്മിച്ചൻ ചിരിച്ചു. എന്നിട്ട് ജയൻ്റെ ചെവിയിൽ പറഞ്ഞു. മാന്യന്മാർ നോക്കാൻ മടിക്കുന്നിടത്തും അവൻ്റെ നോട്ടം എത്തും. ശീലം അങ്ങനെയായിപ്പോയി. ജയൻ ചിരിയടക്കാൻ വായ് പൊത്തി. ബ്രോക്കർ നേരത്തെ എത്തിയിരുന്നു. 8:30 മണിക്ക് 4 പേരും കൂടി കാറിൽ കയറി. അവന് ഇഷ്ടപ്പെടുമോ എന്തോ. കാർ പോകുന്നത് നോക്കി നിന്ന റോസമ്മ പിറുപിറുത്തു. ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു ന്യായവും ഞാൻ കാണുന്നില്ല, പാപ്പൻ പറഞ്ഞു. നല്ല മിടുക്കി പെണ്ണല്ലേ, ഞാൻ ഒന്നേ കണ്ടിട്ടുള്ളൂ. എന്നാലും പറയുക, ആണായിട്ട് ജനിച്ച ഒരുത്തരും അവൾക്കൊരു കുറ്റം പറയത്തില്ല. എന്താ ഒരു കുറവ്? ജിമ്മിച്ചിനേക്കാൾ ഇത്തിരി കൂടി വെളുത്തിട്ടാ. നല്ല ചേർച്ചയായിരിക്കും രണ്ടുപേരും തമ്മിൽ. അവന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കുറപ്പാ. എന്തോ പോയിട്ട് വരുമ്പോഴറിയാം. ജിമ്മിച്ചൻ്റെ അപ്പൻ ഔസേപ്പച്ചന് അത്ര ഉറപ്പൊന്നും തോന്നിയില്ല. ആ വരട്ടെ, പാപ്പൻ പറഞ്ഞു. ജിമ്മിച്ചൻ്റെ സംഘവും തിരിച്ചെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണിയായി. ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു പാപ്പൻ. കാറിൻ്റെ ഹോൺ കേട്ട് വർദ്ധിച്ച ആകാംക്ഷയോടെ കോണിപ്പടികൾ ഇറങ്ങി. ജിമ്മിച്ചനും കൂട്ടരും കയറി വരുമ്പോൾ കുന്നക്കാട്ട് പാപ്പനും ഔസേപ്പച്ചനും റോസമ്മയും ഷൈനിയും ആകാംക്ഷാഭരിതരായി ഹാളിൽ നിൽപ്പുണ്ട്. പാപ്പൻ ജിമ്മിച്ചൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പോയ കാര്യം എന്തായടാ? അത് കഴിഞ്ഞു, ജിമ്മിച്ചൻ പറഞ്ഞു. പെണ്ണെങ്ങനെയുണ്ട്? പാപ്പൻ ചോദിച്ചു. ജിമ്മിച്ചൻ ജയനെയും കുഞ്ഞുമോനെയും നോക്കി. തരക്കേടില്ല. അതും പറഞ്ഞ് ജിമ്മിച്ചൻ മുകളിലേക്ക് കയറിപ്പോയി. ജയനും കുഞ്ഞുമോനും സോഫമേലിരുന്നു. എങ്ങനെയുണ്ട് ജയ പെണ്ണ്? ഔസേപ്പച്ചൻ ചോദിച്ചു. ഞങ്ങൾ നോക്കിയിട്ട് ഒരു കുറ്റം പറയാനില്ല. നല്ല പെരുമാറ്റം, കാണാൻ സുന്ദരി, MA വരെ പഠിച്ചതാ. കണ്ടാൽ ആരോഗ്യത്തിനും കേടൊന്നുമില്ല. കുടുംബക്കാരെങ്ങനെയുണ്ട്? റോസമ്മ ചോദിച്ചു. നല്ല മനുഷ്യരാ. ധനസ്ഥിതിയെക്കുറിച്ച് ഞങ്ങൾ പറയാതെ അറിയില്ലേ. എന്നാൽ പണത്തിൻ്റെ ഹുങ്കൊന്നും ഇല്ല താനും. മുടിയൊക്കെ നല്ലപോലെയുണ്ടോ? എനിക്ക് അതാണ് അറിയേണ്ടത്. ആവശ്യത്തിനുണ്ട്, കുഞ്ഞുമോൻ പറഞ്ഞു. സ്വരം എങ്ങനെയാ? ഞങ്ങൾ പാട്ടൊന്നും പാടിച്ചു നോക്കിയില്ല. ഈ കുഞ്ഞുമോൻ അച്ചായനോട് എന്നാ പറഞ്ഞാലും തർക്കുത്തരവാ. ഷൈനി മുഖം വീർപ്പിച്ചു. ജിമ്മിച്ചന് ഇഷ്ടപ്പെട്ടില്ലേ? പാപ്പൻ ചോദിച്ചു. ചോദിച്ചിട്ട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഏതാണ്ടൊരു ഇഷ്ടക്കേട് പോലെയാണെന്ന് തോന്നുന്നു. പാപ്പൻ്റെയും കുടുംബാംഗങ്ങളുടെയും മുഖം വാടി. അവൻ എന്നാ പറഞ്ഞു? പെണ്ണ് ചുണ്ടിൽ ചായം തേച്ചു. ഹെയർ സ്റ്റൈല് പൊങ്ങച്ചക്കാരിയുടെ മട്ടായിപ്പോയി. സാരിക്ക് പകരം ചുരിദാറായിരുന്നു വേഷം. സംസാരിച്ചപ്പോൾ കൂടെ ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞു. ജോലിക്ക് പോകാനോ സ്ത്രീകൾക്ക് പറ്റിയ ബിസിനസ്സിൽ ഏർപ്പെടാനോ താല്പര്യമുണ്ടെന്നറിയിച്ചു. വലിയ സ്വത്തുകാരാണെന്ന ഭാവം സംസാരത്തിലുണ്ടായിരുന്നു എന്നൊക്കെയാ അവൻ പറയുന്നേ. ഓരോ മുരട്ടു ന്യായങ്ങൾ, അല്ലാണ്ടെന്താ. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന് നല്ലപോലെ വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾ വേഷത്തിലും ഭാഷയിലും അല്പം പരിഷ്കാരമൊക്കെ കാണിച്ചെന്നിരിക്കും. അത് ഇന്നത്തെ കാലത്ത് ആർക്കാ ഇല്ലാത്തത്? ഔസേപ്പച്ചൻ പറഞ്ഞു. ചുരുക്കത്തിൽ അവൻ ഇഷ്ടപ്പെട്ടില്ല. പാപ്പൻ്റെ സ്വരത്തിൽ നിരാശ നിറഞ്ഞു. എന്ന് തീർത്തു പറഞ്ഞില്ല. എന്തോ ഒരു തൃപ്തിയില്ലായ്മ. അത് മാറാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ തീർത്തു പറയാമല്ലോ, കുഞ്ഞുമോൻ ആധികാരികമായി പറഞ്ഞു. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു പെണ്ണിനെ ജിമ്മിച്ചിന് വേറെ കിട്ടില്ല. സൗന്ദര്യവും വിദ്യാഭ്യാസവും അന്തസ്സും കുലീനത്വവും തറവാടിത്വവും സ്വത്തും എല്ലാം തികഞ്ഞ് വേറെ എവിടെ കിട്ടാനാ? കെട്ടിക്കൊണ്ടു വന്നിട്ട് ജോലിക്ക് വിടലൊന്നും നടപ്പുള്ള കാര്യമല്ല, റോസമ്മ പറഞ്ഞു. വിടണ്ടെന്ന് ആര് നിർബന്ധിച്ചു? ഓരോരുത്തർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്, അതെല്ലാം സാധിക്കുമോ? ചോദിച്ചപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ജയം പറഞ്ഞു. മുടി നീളം കുറച്ചാ മുറിച്ചിരിക്കുന്നതെന്ന് അവൻ പറയുന്ന കേട്ടു.
ഇനി മുറിക്കണ്ടെന്ന് വെച്ചാൽ നീളം വെക്കില്ലേ? ഓരോരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണെങ്കിൽ എന്തെല്ലാമുണ്ട്. കവിളത്ത് നുണക്കുഴിയില്ല, പുരുകത്തിന് കനം പോരാ, കൺവീലി എണ്ണത്തിൽ കുറവാണ്, കാതിൻ്റെ തട്ട് ചെറുതായിപ്പോയി, നെറ്റി അർദ്ധചന്ദ്രാകൃതിയിലുള്ളതല്ല, മൂക്കിൻ്റെ പാലത്തിന് ബലം പോരാ എന്നൊക്കെ പറഞ്ഞുകൂടെ? കുഞ്ഞുമോൻ്റെ പറച്ചിൽ കേട്ട് ഷൈനിക്ക് ചിരി വന്നു. ഞാൻ അവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. പാപ്പൻ അക്ഷമനായി. ഇപ്പം വേണ്ട, സാവകാശം മതി. അവരോട് എന്തു പറഞ്ഞിട്ട് പോന്നു? അവരോടൊന്നും പറഞ്ഞില്ല. 2 ആഴ്ചയ്ക്കകം വിവരം അറിയിക്കാമെന്ന് പറയാൻ ബ്രോക്കറോട് പറഞ്ഞേൽപ്പിച്ചിട്ട് പോന്നു. നിങ്ങൾ ഊണ് കഴിച്ചോ? റോസമ്മ ചോദിച്ചു. ഇല്ല. ഷൈനി, വേഗം ചെന്ന് ഊണെടുത്ത് വെക്ക്, റോസമ്മ നിർദ്ദേശിച്ചു. മകളോടൊപ്പം അവർ അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. ഊണ് വിളമ്പിക്കഴിഞ്ഞപ്പോൾ ജയൻ മുകളിൽ ചെന്ന് ജിമ്മിച്ചനെ വിളിച്ചു. വിശപ്പില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ജയം വിട്ടില്ല. മൂവരും ഊണ് കഴിക്കാനിരുന്നു. ഔസേപ്പച്ചനും പാപ്പനും അവർക്കൊപ്പം വെറുതെ ഇരുന്നു. മനഃപൂർവ്വം എന്നോണം ആരും പെണ്ണുകാണലിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. ലോകകാര്യങ്ങൾ പറഞ്ഞിരുന്ന് ഊണ് കഴിച്ചു. ജയനും കുഞ്ഞുമോനും ജിമ്മിച്ചനോട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് 4:30 മണിയോടെ മടങ്ങി. രാത്രിയിൽ പാപ്പൻ ജിമ്മിച്ചൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ അവൻ വെറുതെ കട്ടിലിൽ കിടക്കുകയാണ്. പാപ്പൻ കട്ടിലിലിരുന്നു. ജിമ്മിച്ച, പാപ്പൻ വിളിച്ചു. നീ എന്തിനാടാ വിഷമിക്കുന്നേ? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അവളെ കെട്ടണ്ട. ആരെങ്കിലും നിർബന്ധിച്ചോ? ജിമ്മിച്ചൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ആട്ടെ, ആ പെണ്ണിന് എന്താ ഒരു തരക്കേട്? എന്താണെന്ന് വെച്ചാൽ നീ തെളിച്ചു പറ. പെണ്ണ് തരക്കേട് ഇല്ലെന്നല്ലേ ഞാനും പറഞ്ഞത്? പിന്നെ എന്താ കുഴപ്പം? എനിക്ക് പൂർണ്ണ തൃപ്തിയായില്ല, അത്രേ ഉള്ളൂ. സൗന്ദര്യമുണ്ട്, പഠിപ്പുണ്ട്, ആരോഗ്യമുണ്ട്, പണമുണ്ട്, പെരുമാറ്റവും സ്വഭാവവും നന്ന്. ഇതിൽ കൂടുതൽ എന്ത് വേണമെടാ? എനിക്ക് ആലോചിക്കണം, അതിന് സമയം വേണം. ഇത് നല്ല കളി. ഒരു പെണ്ണിനെ കണ്ടിട്ട് അവളെ ഇഷ്ടപ്പെട്ടോന്നറിയാൻ ആലോചിക്കണോ? വേണം. ആജീവനാന്തം ഒന്നിച്ച് കഴിയേണ്ട ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലപോലെ ആലോചിക്കണം. പിന്നീട് അത് വേണ്ടായിരുന്നെന്ന് വിലപിക്കാനും ദുഃഖിക്കാനും ഇടവരരുത്. ചുരുക്കി പറഞ്ഞാൽ നിനക്കിത് തള്ളാനും മനസ്സില്ല, കൊള്ളാനും മനസ്സില്ല. ഞാൻ പറഞ്ഞല്ലോ വല്യപ്പച്ച, ഞാനൊരു ചിന്താക്കുഴപ്പത്തിലാണെന്ന്. മനസ്സ് കലങ്ങിയിരിക്കുക, ഒന്ന് തെളിയണം. പാപ്പൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ചു നേരം ഇരുന്നു. ശരി, നിൻ്റെ ഇഷ്ടം പോലെ. 2 ആഴ്ചയ്ക്കകം നീ ഒരു തീരുമാനം എടുക്കുമല്ലോ, ഇല്ലേ? ഉവ്വ്. പാപ്പൻ താഴേക്ക് ഇറങ്ങിപ്പോയി. ഹാളിൽ ഔസേപ്പച്ചനും റോസമ്മയും കാത്തിരിക്കുകയായിരുന്നു. അവൻ എന്തു പറഞ്ഞു? ഔസേപ്പച്ചൻ ചോദിച്ചു. അവനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. 2 ആഴ്ച സമയം വേണമെന്ന്. അതെന്താ അങ്ങനെ? പെണ്ണിനെ അവനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല. അവൻ്റെ മനസ്സിൽ വേറെ എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, വഴിയേ അറിയാം. അടുത്ത 2 ദിവസവും ജിമ്മിച്ചൻ വീട് വിട്ടെങ്ങും പോയില്ല. ആരോടും അധികം മിണ്ടാട്ടമില്ലാതെ മുറിക്കുള്ളിൽ കഴിഞ്ഞു. അവൻ വലിയൊരു ധർമ്മസങ്കടത്തിലാണെന്ന് അവൻ്റെ മുഖം കണ്ടാൽ അറിയാമായിരുന്നു. 3-ാമത്തെ ദിവസം ജയൻ ജിമ്മിച്ചനെ അന്വേഷിച്ച് വന്നു. പുറത്തൊന്ന് കറങ്ങാമെന്ന് പറഞ്ഞ് ജയൻ അവനെ ടൗണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ടൗണിൽ ചെന്ന ശേഷം കുഞ്ഞുമോനെയും കൂട്ടി അവർ ജയൻ്റെ വീട്ടിലെത്തി. സാലി അവർക്ക് കാപ്പി കൊടുത്തു. സംഭാഷണത്തിൽ സാലിയും പങ്കുചേർന്നു. ഒടുവിൽ ജയൻ വളരെ കാര്യമായി ചോദിച്ചു. ജിമ്മിച്ച, ഞങ്ങളോട് പറ, എന്താ നിൻ്റെ പ്രശ്നം? ജിമ്മിച്ചൻ്റെ മുഖം മങ്ങി. നിനക്കത് ഞങ്ങളോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സ്നേഹിതന്മാരാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ജിമ്മിച്ചൻ മൗനം ആചരിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. ജിമ്മിച്ചൻ ചോദ്യഭാവത്തിൽ നോക്കി. നിൻ്റെ മനസ്സിൽ ആ പെണ്ണ് കടന്നുകൂടിയിരിക്കുന്നു, അല്ലേടാ? ആര്? സാലിയുടെ വീട്ടിൽ കണ്ട പെണ്ണ്, കുളത്തൂക്കടവുകാരി ഷീബ. തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടതുപോലെ ജിമ്മിച്ചൻ പതറി. പറയടാ, അവളല്ലേ നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം, നിൻ്റെ വീക്ക്നെസ്? സത്യമാണ്. പെട്ടെന്നൊരു സ്തംഭനാവസ്ഥ. എല്ലാ കണ്ണുകളും ജിമ്മിച്ചനിൽ തറഞ്ഞു. നിമിഷങ്ങൾ വീർപ്പടക്കി കടന്നുപോയി. നിനക്ക് അവളോട് സ്നേഹമാണോ? സ്വരം താഴ്ത്തി ശാന്തനായി ജയൻ ചോദിച്ചു. ജിമ്മിച്ചൻ വിവശനായി. നിൻ്റെ മനസ്സിലെന്താണെന്ന് പറയടാ. ഞങ്ങളെ കൂടി വിഷമിപ്പിക്കാതെ തുറന്നു പറയ്. എൻ്റെ മനസ്സിൽ അവളാണ്. അവിടുന്ന് പോന്നപ്പോൾ മുതൽ അവളുടെ സ്വരം, അവളുടെ ചിരി, അവളുടെ സങ്കടം, അവളുടെ നിസ്സഹായത, അവളുടെ നോട്ടം, എനിക്കതൊന്നും മറക്കാൻ പറ്റുന്നില്ല. നിനക്ക് അവളെ കല്യാണം കഴിക്കണോ? എൻ്റെ ആഗ്രഹമാണ് ചോദിച്ചതെങ്കിൽ വേണമെന്ന് തന്നെ ഉത്തരം. ദൈവമേ, ഞാനാണല്ലോ ഇവനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ആ പാവം ഞാൻ എവിടെ കഴുകിക്കളയും? നിൻ്റെ വല്യപ്പച്ചൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ജയൻ തെല്ലുറക്കെ ചോദിച്ചു. ഇവിടെ അവളേക്കാൾ സൗന്ദര്യവും പഠിപ്പും ആരോഗ്യവും സ്വത്തുമുള്ള ഒരൊന്നാന്തരം പെണ്ണിനെ തള്ളിപ്പറഞ്ഞിട്ടാ അവൻ കുപ്പത്തൊട്ടിയിൽ കൈയിട്ട് വാരാൻ പോകുന്നത്. പന്നി! കുഞ്ഞുമോൻ അമർഷം അടക്കാൻ വയ്യാതെ ചീറി. പന്നി നിൻ്റെ അച്ഛൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോഴേ ഓമനപ്പേര് വിളിക്കാവൂന്ന്. ജിമ്മിച്ചൻ ദേഷ്യം പിടിച്ചു. എടാ, അവൾ ആരാണെന്ന് നിനക്കറിയില്ലേ? നീ പോയി കണ്ടതല്ലേടാ? പൊല! ക്ഷുഭിതനായ കുഞ്ഞുമോൻ ഒരു തെറിപ്പദം നാവിൽ വന്നത് വിഴുങ്ങി. എൻ്റെ ധർമ്മസങ്കടം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനതിൽ പെട്ടുപോയി, മോചനമില്ലാത്ത പോലെ. പെട്ടുപോയെന്നോ? അവൾക്കെന്താ ഗർഭമുണ്ടോ? എന്നാലും പോംവഴിയുണ്ടല്ലോടാ.
കുഞ്ഞുമോനെ, സീരിയസ് ആയിട്ടൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നീ കുറേ കൂടി മാന്യമായിട്ട് സംസാരിക്കാനല്ല, നിന്റെ ചെകിട്ടത്ത് രണ്ട് പുകയ്ക്കാനാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അതാദ്യം നടക്കട്ടെ, എന്നിട്ട് ബാക്കി. ജിമ്മിച്ചൻ ചാടി എഴുന്നേറ്റു. ജയൻ അവനെ പിടിച്ചിരുത്തി. നിന്നോടുള്ള ശത്രുത കൊണ്ടാണോ ജിമ്മിച്ച ഞങ്ങളീ പറയുന്നത്? സ്നേഹം കൊണ്ടല്ലേ? ജിമ്മിച്ചൻ അടങ്ങി. ജിമ്മിച്ച, ഞാൻ തുറന്നു പറയാമല്ലോ, നിനക്കവളോട് സ്നേഹമല്ല, സിമ്പതിയാണ്, വെറും സഹതാപം. സ്നേഹവും സഹതാപവും എനിക്ക് തിരിച്ചറിയാം. നീ എന്നെ പഠിപ്പിക്കണ്ട. നീ എന്ത് വിവരക്കേടാ ജിമ്മിച്ച പറയുന്നേ? നിനക്ക് പ്രാന്തുണ്ടോ? അവളെ കല്യാണം കഴിക്കാൻ സാധിക്കുമെന്ന വിചാരം നിനക്കുണ്ടോ? നിന്റെ വീട്ടിൽ ആരെങ്കിലും സമ്മതിക്കുമോ? ചെറുപ്പത്തിൻ്റെ ഊറ്റത്തിൽ രജിസ്റ്റർ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാൽ അവളെ നിന്റെ വീട്ടുകാർ അംഗീകരിക്കുമോ? അടിച്ചെടുത്ത് കയറ്റുമോ അവളെ? ജിമ്മിച്ചതിന് ഉജ്ജരമില്ല. അതുമാത്രമല്ല, നിന്റെ വീട്ടുകാർ എങ്ങനെ സഹിക്കുമെടാ ഇത്? കുന്നക്കാട്ട് കുടുംബത്തിൻ്റെ സകല യശസ്സും സകല പ്രതീക്ഷയും നിന്നിൽ അർപ്പിച്ച് നീയേ ജീവനെന്ന് പറഞ്ഞ് നടക്കുന്ന വല്യപ്പച്ചൻ ചങ്കുപൊട്ടി ചാകുമല്ലോടാ ഇതറിഞ്ഞാൽ. പൊന്നുമോനെ, നീ വിഷയം മറന്നുകളാ. എത്രയും പെട്ടെന്ന് മറ്റേ കല്യാണത്തിന് സമ്മതിച്ച് അത് നടത്താൻ നോക്ക്. നീ നാട്ടിൽ പോയിട്ടുമില്ല, ഷീബ എന്നൊരു പെണ്ണിനെ കണ്ടിട്ടുമില്ല. ഉച്ചമയക്കത്തിൽ കണ്ട സ്വപ്നമായിട്ട് മറന്നുകളാം. നാട്ടിൽ നിന്ന് വന്ന ശേഷമുള്ള ഇവൻ്റെ ഈ മൗനവും വീട്ടിൽ തന്നെയുള്ള ചടഞ്ഞിരിപ്പും കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഇത് മറ്റേ ബാധയാണെന്ന്. പ്രേമം, കുഞ്ഞുമോൻ പറഞ്ഞു. ഇത്രയ്ക്ക് അങ്ങോട്ട് പറയാൻ ജിമ്മിച്ചൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. സാലി ഇടയ്ക്ക് കയറി. തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയുണ്ട്. ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നാൽ ആരും അംഗീകരിച്ചില്ലെങ്കിലും പോറ്റാനുള്ള കഴിവുണ്ട്. ഷീബയ്ക്ക് സ്വത്ത് മാത്രമേ ഇല്ലാതെയുള്ളൂ. മറ്റെല്ലാറ്റിനും ഏത് പെണ്ണിനേക്കാൾ സമ്പന്നയാണവൾ. എൻ്റെ ബന്ധുവായതുകൊണ്ട് പറയുകയല്ല. എഴുന്നേറ്റ് പോടി അവിടുന്ന്. ജയൻ ചീറി. നീ അവിടെ വെച്ച് ഓരോ പോക്കൃത്തരങ്ങൾ എഴുന്നള്ളിച്ചപ്പോൾ ചെകിട്ടത്തോരോന്ന് തന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഇതാ ഇപ്പം നന്നായത്. സാലി പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. കുറേ നേരത്തേക്ക് സുഹൃത്തുക്കൾ മൂവരും നിശബ്ദമായിരുന്നു. ഒടുവിൽ ജയൻ പറഞ്ഞു, ജിമ്മിച്ച, നീ ഉടനെയൊന്നും ഒരു തീരുമാനമെടുക്കരുത്. ആലോചിക്കാൻ എത്ര വേണമെങ്കിലും സമയമെടുത്തു. നീ പറഞ്ഞ പോലെ തന്നെ നിന്റെ മനസ്സാകെ കലങ്ങിക്കിടക്കുക. അതൊന്ന് തെളിയട്ടെ. അതുവരെ നീ ഇക്കാര്യം ആരോടും പറയരുത്. എനിക്കിനി ആരുടെ അടുത്ത് ഒന്നും ഒളിക്കാനില്ലാത്ത പോലെ തോന്നുകയാണ്. നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയൊരാശ്വാസം. കാര്യങ്ങൾ ക്ലിയറായി വരുന്ന പോലെ. ജിമ്മിച്ചൻ പറഞ്ഞു, നീ ഒന്നും പറയണ്ട. വീട്ടിൽ പോയി സ്വസ്ഥമായിട്ടിരിക്കെ. നല്ലവണ്ണം കിടന്നുറങ്ങ്. ദിവസങ്ങൾ കുറേ അങ്ങനെ അങ്ങ് പോകട്ടെ. ബുദ്ധി താനേ തെളിഞ്ഞോളും. ജിമ്മിച്ചൻ പതുക്കെ ചിരിച്ചതേയുള്ളൂ. കുറേ കഴിഞ്ഞവൻ എഴുന്നേറ്റു. ശരിയാണ്, ഞാനിപ്പോൾ പോകാം. എൻ്റെ ചങ്ങാതിമാരുടെ മുഖം വല്ലാതായിരിക്കുന്നു. അതൊന്ന് തെളിയട്ടെ. ജിമ്മിച്ചൻ കാർ ഓടിച്ച് വീട്ടിലേക്ക് മടങ്ങി. അവൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്ത ലാഘവത്വം അനുഭവപ്പെട്ടിരിക്കുന്നു. എല്ലാം വളരെ ലളിതവും എന്നാൽ സുദൃഢവുമായി തീർന്ന പോലെ. ഒരു തീരുമാനമെടുക്കാൻ എളുപ്പമായിരിക്കുന്നു. ജിമ്മിച്ചൻ പോയി കഴിഞ്ഞ് ജയനും കുഞ്ഞുമോനും പ്രശ്നത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സംസാരിച്ചു. അവൻ കളി പറഞ്ഞതല്ല ജയ, പാതി തീരുമാനിച്ച മട്ടില്ല. ഇത് നമ്മൾ വെറുതെ വിടരുത്, കുഞ്ഞുമോൻ പറഞ്ഞു. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ആരറിഞ്ഞു? അവൻ എങ്ങനെ ഈ ദുർബുദ്ധി തോന്നി? ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകാഞ്ഞിട്ടാണോ? കടുവാപ്പാപ്പൻ ഇതറിഞ്ഞാൽ പിന്നെ അവൻ ആ വീട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. പിന്തിരിപ്പിക്കണം, എന്ത് വില കൊടുത്തും, കുഞ്ഞുമോൻ പറഞ്ഞു. പിറ്റേന്ന് കാലത്ത് 11 മണിക്ക് കുഞ്ഞുമോൻ ഒരു ഫോൺ കോൾ. റിസീവർ എടുത്തപ്പോൾ കുന്നക്കാട്ട് പാപ്പനാണോ മറുവശത്ത്. കുഞ്ഞുമോനാണോടാ? അതെ. ജിമ്മിച്ചൻ അങ്ങോട്ട് വന്നോ? ഇല്ല. പുലർച്ചയ്ക്ക് കാറും എടുത്തുകൊണ്ട് പോയതാ. ആരോടും ഒരക്ഷരം മിണ്ടാതെ. കുഞ്ഞുമോന് ദുശങ്ക തോന്നി. ഫോൺ താഴെ വെച്ചിട്ട് കുഞ്ഞുമോൻ 2 നിമിഷം ആലോചിച്ച് നിന്നു. പിന്നെ നേരെ ജയൻ്റെ വീട്ടിലേക്ക് പോയി. എന്താടാ രാവിലെ? നിന്റെ ബ്ലേഡ് കമ്പനിക്ക് ഇന്ന് അവധിയാണോ? കണ്ട ഉടനെ ജയൻ ചോദിച്ചു. എടാ, നമ്മുടെ ജിമ്മിച്ചനെ കാണാനില്ലെന്ന് കുഞ്ഞുമോൻ അറിയിച്ചു. കാണാനില്ലെന്നോ? അവനെന്താ കടുകുമണിയാണോ കാണാതെ പോകാൻ? കാര്യം പറയുമ്പോൾ ഒരുമാതിരി പുളിച്ച വർത്തമാനം. നിന്നോട് ആര് പറഞ്ഞു കാണാനില്ലെന്ന്? കടുവാപ്പാപ്പൻ ഫോണിൽ വിളിച്ചു പറഞ്ഞതാ. വെളുപ്പിനെ കാറും എടുത്തുമായി പുറപ്പെട്ടതാണെന്ന്. അതും ആരോടും പറയാതെ. പാപ്പനോടൊന്നും പറയാതെ അവൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നതല്ലല്ലോ. അതുകൊണ്ടല്ലേ പാപ്പൻ വിളിച്ചത്. നമ്മളോട് പോലും അവനൊരു സൂചന. എൻ്റെ സംശയം അവൻ നമുക്കേതായാലും പാപ്പൻ്റെ അടുത്ത് വരെ ഒന്ന് പോകാം. പുള്ളിക്കാരനെ ഒന്ന് തണുപ്പിക്കണ്ടേ? ഇല്ലെങ്കിൽ അവൻ തിരിച്ചു വരുമ്പോൾ വലിയ പ്രശ്നമാകും. ജയനും കുഞ്ഞുമോനും കൂടി അപ്പോൾ തന്നെ കുന്നക്കാട്ട് പാപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. കുന്നക്കാട്ട് പാപ്പൻ ആകെ അസ്വസ്ഥനായി അങ്ങിങ്ങുഴറി നടക്കുകയാണ്. ഇടയ്ക്കിടെ ആരോടൊന്നില്ലാതെ ഉച്ചത്തിൽ ചോദിക്കുന്നുമുണ്ട്, അവൻ എവിടെ പോയി? അവൻ ആരുമില്ലേ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ? രാവിലെ ഉണർന്നപ്പോൾ മുതൽ ജിമ്മിച്ചനെ കാണാനില്ല. അവൻ്റെ കാറുമില്ല. വീട്ടിൽ ഔസേപ്പച്ചനെയും റോസമ്മയെയും വിളിച്ച് ചോദിച്ചു. അവർക്കറിയില്ല എങ്ങോട്ട് പോയെന്ന്. ഷൈനിയോട് ചോദിച്ചപ്പോൾ അവളും കൈമിലർത്തി. പാപ്പനോട് പറയാതെ അവൻ എങ്ങോട്ടും പോകാറുള്ളതല്ല.
കുറേ ദിവസങ്ങളായി അവനിൽ കണ്ടുവന്ന അസ്വസ്ഥതയും ആരോടും പറയാതെയുള്ള അവൻ്റെ പോക്കുമായി എന്തോ ബന്ധമുണ്ടെന്ന് പാപ്പൻ ഊഹിച്ചു. ജയനോടൊപ്പം നാട്ടിൽ പോയി വന്ന ശേഷമാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ. പ്രശ്നമുണ്ട്. ഇത് ലാഘവത്തോടെ വിട്ടുകളയുന്നത് ബുദ്ധിയല്ല. വീട്ടിലെല്ലാവരും അസ്വസ്ഥരായിരിക്കുകയാണ്. പാപ്പൻ ജിമ്മിച്ചൻ്റെ മുറിയിൽ ചെന്ന് കുറച്ചു നേരം ഇരുന്നു. അവൻ്റെ മേശപ്പുറത്ത് ചിതറിക്കിടന്ന പത്രമാസികളൊക്കെ നോക്കി. മേശവലിപ്പ് പരിശോധിച്ചു. ഒരു കവറിനുള്ളിൽ വെച്ചിരുന്ന ഫോട്ടോകൾ എടുത്തു നോക്കി. നാട്ടിൽ പോയപ്പോൾ എടുത്തിരുന്ന ഫോട്ടോകളാണ്. അവയിൽ ചിലതൊക്കെ പാപ്പനും കണ്ടിരുന്നു. ഒരു ഡയറിക്കുള്ളിൽ പ്രത്യേകം മാറ്റിവെച്ച നിലയിൽ കാണപ്പെട്ട ഫോട്ടോ പാപ്പൻ എടുത്തു നോക്കി. ജിമ്മിച്ചനും ഒരു പെൺകുട്ടിയും ഒന്നിച്ച് തോളോട് തോളുരുമി നിൽക്കുന്നു. കാണാൻ ചേലുള്ള പെണ്ണ്. പാപ്പൻ കവറിനുള്ളിലെ ഫോട്ടോകളും പരിശോധിച്ചു. ഒരു കാര്യം അയാൾക്ക് വ്യക്തമായി. ആ പെൺകുട്ടിയുടെ ഫോട്ടോകളാണ് കൂടുതൽ. പാപ്പൻ അതും കയ്യിൽ വെച്ച് കുറച്ചു നേരം ആലോചിച്ചിരുന്നു. പിന്നെ താഴേക്ക് ഇറങ്ങി വന്നു. അയാൾ ഷൈനിയെ അടുത്ത് വിളിച്ചു. ഷൈനിക്ക് അമ്പരപ്പായിരുന്നു. ഷൈനി, എന്നോട് സത്യം പറയണം. നിങ്ങൾ നാട്ടിൽ പോയപ്പോൾ അവൻ വല്ല ഏടാകൂടത്തിലും ചെന്ന് ചാടിയോ? ഷൈനി പരിഭ്രമത്തോടെ തല വെട്ടിച്ചു. ഇല്ല. വല്ല പെൺകുട്ടികളുമായിട്ടെങ്ങാനും? ഇല്ല. ഈ ഫോട്ടോയിലെ പെണ്ണ് ഏതാ? ഷൈനി ചോദിച്ചു. ഇതാ കുളത്തൂക്കടവിലെ പെണ്ണാ, ഷീബ. സാലി ആൻറ്റിയുടെ അകന്ന സ്വന്തക്കാരാ. ഓ, നിങ്ങൾ ചെന്നപ്പോൾ അവൾ സാലിയുടെ വീട്ടിലുണ്ടായിരുന്നു അല്ലേ? ഉവ്. എന്നാ പ്രായം വരും? 18-19 വയസ്സ് കാണും. കാണാൻ എങ്ങനെയാ? കാണാനൊക്കെ മിടുക്കിയ. അവളുടെ പടമാണല്ലോ അവൻ കൂടുതലും എടുത്തിരിക്കുന്നത്. അത് പിന്നെ പിക്നിക്കിന് നീയും ആ സാലിയുടെ അനുജത്തിയും ഒക്കെ ഇല്ലായിരുന്നോ? എന്നിട്ട് നിങ്ങളുടെ പാഠം എന്താ കുറഞ്ഞു പോയേ? അത് ജിമ്മിച്ചിനും ആ പെണ്ണും കൂടി എങ്ങനെയായിരുന്നടി? നേര് പറ. നല്ല കൂട്ടായിരുന്നു. കുളത്തിൽക്കൊടുവിലല്ലേ അവളുടെ വീട്? അതെ. തിരിച്ചു പോരുന്ന ദിവസം അവളെ കാണാനല്ലേ അവൻ പോയത് യാത്ര പറയാൻ? ഫോട്ടോ കൊടുക്കാനാ? കുന്നക്കാട്ട് പാപ്പനൊന്ന് മൂളിയിരുത്തി. ഉച്ചയായപ്പോൾ ജയനും കുഞ്ഞുമോനും എത്തി. എന്താ, അവൻ്റെ വല്ല വിവരവും ഉണ്ടോ? പാപ്പൻ ചോദിച്ചു. അവൻ എന്തെങ്കിലും കാര്യത്തിന് ആരെങ്കിലും കാണാനോ മറ്റോ കോഴിക്കോട്ടെങ്ങാനും പോയതായിരിക്കും. കുഞ്ഞുമോൻ പാപ്പനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. കോഴിക്കോട്ട് പോകുമെന്നെങ്ങാനും പറഞ്ഞോ? പാപ്പൻ കുഞ്ഞുമോനെ സൂക്ഷിച്ചു നോക്കി. ഇന്നലെ അങ്ങനെ എന്തോ പറഞ്ഞതായിട്ടൊരോർമ്മ. വെറുതെ ഉരുളല്ലേ കുഞ്ഞുമോനെ. കുഞ്ഞുമോൻ മുഖം താഴ്ത്തി. അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? കുഞ്ഞുമോൻ ജയനെ നോക്കി. എന്താ അവൻ്റെ പ്രശ്നം? ഇനിയെങ്കിലും നിങ്ങൾ സത്യം പറ. ഞങ്ങൾക്ക് പക്ഷേ ഒഴിവുകഴിവൊന്നും വേണ്ട. നിങ്ങൾ ഒന്നിച്ച് നാട്ടിൽ പോയി വന്നതിന് ശേഷമല്ലേ അവനീ മാറ്റം കണ്ടു തുടങ്ങിയത്? അതെ, കുഞ്ഞുമോൻ സമ്മതിച്ചു. അപ്പോൾ തുടക്കം അവിടെയാ. കുഞ്ഞുമോനും ജയനും മിണ്ടാതെ നിന്നു. നിങ്ങൾക്കറിയാം കാരണം എന്താണെന്ന്. എന്നോട് പറയാത്തതാ. പാപ്പൻ പോയി ജിമ്മിച്ചനും ഷീബയും ഒന്നിച്ചുള്ള ഫോട്ടോ എടുത്തുകൊണ്ടുവന്ന് അവരെ കാണിച്ചു. ഇതേതാ ഈ പെണ്ണ്? ജയനും കുഞ്ഞുമോനും വിളറി നിന്നു. പേര് ഷീബ, ജയൻ്റെ ഭാര്യയുടെ ബന്ധക്കാരി അല്ലേ? അതെ. ഇവളാണ് പ്രശ്നം അല്ലേടാ കുഞ്ഞുമോനെ? ആജ്ഞാസ്വരത്തിലുള്ള ആ ചോദ്യത്തിന് മുന്നിൽ കുഞ്ഞുമോൻ പതറി. അറിയാതെ തല കുലുക്കുകയും ചെയ്തു. ഇനി കാര്യങ്ങൾ തുറന്നു പറ. അവൻ എന്തു പറഞ്ഞു? അവൻ ഇവളെ കെട്ടണോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ സ്നേഹമാണെന്ന് സൂചിപ്പിച്ചു. ഇന്നലെ അങ്ങനെയൊന്ന് സൂചിപ്പിച്ചു. അതും ഒരുപാട് ചോദിച്ചപ്പോൾ ജയൻ പറഞ്ഞു. ഞങ്ങൾ നല്ലപോലെ എതിർത്തു, ഒരുപാട് ഉപദേശിക്കുകയും ചെയ്തു. എന്നിട്ട് അവന് മറക്കാൻ പറ്റില്ലെന്നാ പറയുന്നേ. വാസ്തവത്തിൽ അവനും വിഷമമുണ്ട് ഇതിൽ പെട്ടുപോയതിൽ. പാപ്പനൊന്ന് ഇരുത്തി മൂളിയിട്ട് ഹാളിലൂടെ 2 ചാൽ നടന്നു. ജയനും കുഞ്ഞുമോനും ഒരു ചെറിയ പൊട്ടിത്തെറി പ്രതീക്ഷിച്ച് നിന്നു. പാപ്പൻ ജയൻ്റെ മുന്നിൽ വന്നു നിന്നു. എങ്ങനെയുണ്ടടാ ഈ പെണ്ണിൻ്റെ ചുറ്റുപാട്? നമുക്ക് പറ്റുന്നതല്ല. അതിനെപ്പറ്റി ആലോചിക്കുകയും വേണ്ട. എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കറിയില്ല. അറിഞ്ഞിടത്തോളം വെച്ച് അത്താഴഭക്ഷണക്കാരാ. പാപ്പൻ ഒന്നുകൂടി മൂളി. പിന്നെ ഹാളിലൂടെ ഉള്ള നടപ്പ് തുടർന്നു. ടെലിഫോൺ ബെല്ലടിച്ചു. ഔസേപ്പച്ചനാണ് ചെന്ന് ഫോണെടുത്തത്. അങ്ങേ തലയ്ക്കൽ ജിമ്മിച്ചനാണെന്ന് ഔസേപ്പച്ചൻ്റെ സംഭാഷണം കേട്ടു നിന്നവർക്ക് മനസ്സിലായി. ഇടയ്ക്ക് അയാൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. നിന്നോടാ പറഞ്ഞത് ഉടൻ എത്തണം ഇവിടെ. ഞാനാ പറയുന്നേ, നിന്റെ പപ്പ. പോക്കൃത്തരം കാണിക്കുന്നതിന് ഒരതിര് വേണമെടാ. പാപ്പൻ ധൃതിയിൽ ടെലിഫോണിനടുത്തെത്തി. അതിങ്ങോട്ട് തന്നേടാ. അവൻ കട്ട് ചെയ്തു. വെച്ചോ. പാപ്പൻ കൈനീട്ടി റിസീവർ വാങ്ങി. 2 നിമിഷം കാതോർത്ത ശേഷം ക്രാഡിലിൽ വെക്കുകയും ചെയ്തു. അവൻ എന്തു പറഞ്ഞടാ? ആരെയോ കാണാൻ അത്യാവശ്യമായിട്ട് പോവുകയാ. പെട്ടെന്ന് തീരുമാനിച്ച യാത്രയായതുകൊണ്ട് ആരോടും പറയാൻ പറ്റിയില്ല. നാളെയേ തിരിച്ചു വരൂ എന്നൊക്കെ ഔസേപ്പച്ചൻ വെളിപ്പെടുത്തി. അവൻ അവിടെ പോയതാ ഉറപ്പ്. കള്ളക്കഴിവേറി. ഇടയ്ക്കിടെ ഇരുത്തി മൂളിക്കൊണ്ട് പാപ്പൻ ഹാളിനകത്ത് നടപ്പ് തുടർന്നു. ഭരണകാലത്ത് കാർ നിർത്തി കൊച്ചേട്ടൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകണമെന്നാണ് ജിമ്മിച്ചൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പാലാ കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനം മാറ്റി. മനസ്സിൽ അക്ഷമ നിറഞ്ഞു. അവൻ ആകാംക്ഷാഭരിതനായിരുന്നു. വളരെ കാലത്തെ വേർപാടിന് ശേഷം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് പോകുന്ന പോലെയുള്ള അനുഭൂതി. കുതിച്ചെത്താനുള്ള വെമ്പൽ. കാറിന് വേഗം പോരാ എന്ന് തോന്നി.
കുളത്തൂക്കടവിനോട് അടുക്കും തോറും മനസ്സ് വല്ലാതെ തുടികെട്ടാൻ തുടങ്ങി. അനിർവചനീയമായ ഒരു ആനന്ദവും വീർപ്പുമുട്ടലും പാലം കടന്നതോടെ അവന് തൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്ന പോലെ തോന്നി. കൈത്തോടിനരികിൽ റോഡിൽ ഒരു ചുവന്ന കാർ വന്നു നിന്നത് ഷീബ മുറ്റത്ത് മടലുകൾ കീറിക്കൊണ്ട് നിൽക്കുമ്പോഴേ കണ്ടു. അവൾ ഒന്ന് നിവർന്നു. ജിമ്മിച്ചൻ്റെ കാറല്ലേ അത്? വിശ്വാസം വരാതെ അവൾ വീണ്ടും വീണ്ടും നോക്കി. ജിമ്മിച്ചൻ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരാളിക്കത്തലുണ്ടായി. ജിമ്മിച്ചൻ പോയില്ലേ? അതോ പോയിട്ട് വീണ്ടും വന്നതോ? എന്തിന്? അവൻ തൻ്റെ വീടിനെ നേർക്ക് നോക്കുന്നത് കണ്ടു. ഷീബയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ സാധിച്ചില്ല. മിന്നൽ പിണർ പോലെ അവൾ താഴേക്ക് ഓടി. കൈത്തോടിൻ്റെ കുറുകെയുള്ള ഒറ്റ തെങ്ങിൻ തടിപ്പാലത്തിനപ്പുറത്ത് അവൾ കിതച്ചുകൊണ്ട് അവനെ ഉറ്റുനോക്കി നിന്നു. ഇപ്പോൾ തൻ്റെ നിസ്സഹായതയോ തൻ്റെ വേഷത്തിൻ്റെ ദൈന്യതയോ ഒന്നും അവളെ അലട്ടിയില്ല. സ്നേഹത്തിൻ്റെ മഹാപ്രവാഹം അവളുടെ കുറച്ചിലുകളെ ഇല്ലാതാക്കിയിരുന്നു. നീളവും ഉയരവും കുറഞ്ഞ ആ ചെറിയ ഒറ്റത്തടി പാലത്തിനപ്പുറത്ത് നിന്ന് ജിമ്മിച്ചനും അവൾ ഉറ്റുനോക്കുകയായിരുന്നു. ഹൃദയം അവൻ്റെ കണ്ണുകളിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. അവളുടെ കീറിത്തുന്നിയ വേഷമോ അഴുക്കും പൊടിയും പുരണ്ട ശരീരമോ അവനും കണ്ടില്ല. മെല്ലെ പാലം കടന്ന് അവൻ അവളുടെ അരികിലെത്തി. ഷീബേ, അവൻ പതുക്കെ വിളിച്ചു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. നീ എന്നെ മറന്നോ? അവളുടെ മിഴികൾ ഒറ്റ നിമിഷം കൊണ്ട് നനഞ്ഞു. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. നിന്നെ കാണാൻ വന്നതാ ഞാൻ. പൊടുന്നനെ അവളുടെ കണ്ണുകളിൽ നിന്ന് മിഴിനീർ തുള്ളിച്ചാടി. സുഖമാണോ നിനക്ക്? നോവൽ നാളെ തുടരും.